നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി ദ്രോഹ വൈദ്യുത നിയമ ഭേദഗതിയെയും വൈദ്യുതി നിയമ ഭേദഗതി ബിൽ 2025 പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആലപ്പുഴ ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ നഗരത്തിലെ തെരുവ് നായകളുടെ വാക്സിനേഷൻ ഡ്രൈവിന് ചൊവ്വാഴ്ച തുടക്കമായി. നഗരസഭയുടെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് വാക്സിനേഷൻ നടത്തുന്നത്. കേരള ഇലക്ട്രിസിറ്റി ബോർഡ് വിമൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. കായംകുളം MLA യു പ്രതിഭ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ നഗരസഭ ചാത്തനാട് വാർഡിൽ ഉൾപ്പെട്ട മാർത്തോമ ചർച്ച് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. PP ചിത്തരഞ്ജൻ MLA റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി ഫണ്ടിൽ നിന്നും 3.9 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. H. സലാം MLA പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി ദ്രോഹ വൈദ്യുത നിയമ ഭേദഗതിക്കെതിരെയും വൈദ്യുതി നിയമ ഭേദഗതി ബിൽ 2025 പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആലപ്പുഴ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ MLA ചുസല പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി ദ്രോഹ വൈദ്യുതി നിയമ ഭേദഗതിക്കെതിരെയും വൈദ്യുതി നിയമ ഭേദഗതി ബിൽ 2025 പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആലപ്പുഴ ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും യോഗവും അമ്പലപ്പുഴ MLA ചുസലാം ഉദ്ഘാടനം ചെയ്തു. അതെല്ലാം ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് രാജ്യത്തിന് ഏറ്റവും ഗുണകരമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു സാമൂഹിക ഉത്തരവാദിത്വമായി ഗവൺമെന്റുകൾ കണക്കിലെടുക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണ് ഇതുവരേക്ക് നമ്മുടെ ഈ മേഖല മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ കുറച്ചു കാലമായി രാജ്യത്ത് ഭരിക്കുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന പുതിയ നിയമത്തിന്റെ ഭേദഗതി എന്നുള്ളത് നമ്മുടെ വൈദ്യുതി മേഖലയെ പരിപൂർണമായും സ്വകാര്യവൽക്കരിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് ആ ഭേദഗതി ബിൽ എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം വെക്കുന്ന കാര്യം പൊതു സംവിധാനത്തിന്റെ ഭാഗമായി പൊതുമേഖലയിൽ നിൽക്കുന്ന സംവിധാനങ്ങളെ മാറ്റി ഈ മേഖലയെ സ്വകാര്യ കമ്പനികൾക്ക് സ്വകാര്യ മുതലാളിമാർക്ക് കടന്നെത്താൻ കഴിയുന്ന അവസരം ഒരുക്കുക, അതുവഴി സ്വകാര്യ സംവിധാനങ്ങൾക്കെല്ലാം ലാഭം കുന്നുകൂടാൻ കഴിയുന്ന നിലയിലേക്ക് ഈ മേഖലയെ മാറ്റുക എന്നാണ് ലക്ഷ്യം വെക്കുന്ന കാര്യം. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി PV യേശുദാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മാത്യു വർഗീസ്, പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം R. ബാബു, കോൺട്രാക്ടേഴ്സ് വർക്കേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് J. ജയകുമാർ, VC രാജേഷ്, കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി AS ആസാദ്, KSEB വർക്കേഴ്സ് അസോസിയേഷൻ വനിതാ കൺവീനർ S. ഷഹാന എന്നിവർ സംസാരിച്ചു. ക്രോസ് സബ്സിഡി സമ്പ്രദായം നിലനിർത്തുക, സംസ്ഥാന വൈദ്യുതി ബോർഡുകളുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ പ്രകടനത്തിലും യോഗത്തിലും ഉന്നയിച്ചു. ആലപ്പുഴ നഗരത്തിലെ തെരുവ് നായകളുടെ വാക്സിനേഷൻ ഡ്രൈവിന് ചൊവ്വാഴ്ച തുടക്കമായി. നഗരസഭയുടെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് വാക്സിനേഷൻ നടത്തുന്നത്. നഗരത്തിലെ തെരുവ് നായകളുടെ വാക്സിനേഷന് ചൊവ്വാഴ്ച തുടക്കമായി. നഗരപരിധിയിലുള്ള മുഴുവൻ തെരുവ് നായകൾക്കും വാക്സിൻ നൽകുന്നതിന് കഴിഞ്ഞ നഗരസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് മാർച്ച് 10 മുതൽ വാക്സിനേഷൻ ആരംഭിച്ചത്. വിദഗ്ധരായ നായപിടുത്തക്കാരുടെ സഹായത്തോടെ പിടിച്ച നായകൾക്ക് വാക്സിൻ നൽകിയ ശേഷം പ്രത്യേക അടയാളം രേഖപ്പെടുത്തിയാണ് വിട്ടയച്ചത്. തെരുവ് നായകൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് പുറമെ വളർത്തുനായകൾക്കുള്ള ലൈസൻസിംഗ് കർശനമാക്കുമെന്നും നഗരസഭ അധികൃതർ വ്യക്തമാക്കി. കേരള ഇലക്ട്രിസിറ്റി ബോർഡ് വിമൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. യു പ്രതിഭ MLA ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സ്നേഹവും ശക്തിയും ഉത്തരവാദിത്വവും ഒന്നിച്ചു ചേരുന്ന മഹത്തായ ശക്തിയാണ് സ്ത്രീത്വം എന്ന സന്ദേശമുയർത്തി അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. കേരള ഇലക്ട്രിസിറ്റി ബോർഡ് വിമൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ
ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് കായംകുളം MLA യു പ്രതിഭ ഉദ്ഘാടനം ചെയ്തു. വനിതാ സബ് കമ്മിറ്റി കൺവീനർ AR ഷൈനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം S ഷഹീന യോഗത്തിന് സ്വാഗതം പറഞ്ഞു. മാത്യു വർഗീസ്, വിജയലക്ഷ്മി സുഗന്ധി, K ഇന്ദിര, ശ്യാം മോഹൻ, സാന്ദ്രാമോൾ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് ഗീവ് കറേജ്, ഗെയിൻ ജസ്റ്റിസ്, സ്പീക്കിംഗ് അപ്പ് ഫോർ വിമൻസ് റൈറ്റ് എന്ന വിഷയത്തെ അധികരിച്ച് മുൻ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സഫിയ സുധീർ ക്ലാസ് നയിച്ചു. എല്ലാ കാര്യങ്ങളിലും എത്രമാത്രം വിശ്വാസങ്ങളുടെ സ്വാധീനം വല്ലാതെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതി വല്ലാതെ വേരൂന്നുന്നുണ്ട് നമുക്കിടയിൽ. ഇതൊരു നിശബ്ദ പ്രചരണമാണ്. നമ്മളിലേക്ക് ഒളിച്ചു കടത്തപ്പെടുന്ന പല ചിന്താഗതികളും നമ്മളെ പിന്നോട്ടടിപ്പിക്കാനെന്നുള്ള ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ടാണ് സിൽവിയ പ്ലാത്തിനെ പോലെ ഒരാൾ പറഞ്ഞത്, നമുക്ക് മുമ്പോട്ട് സഞ്ചരിക്കണം. ഒരുപക്ഷെ നമ്മുടെ സഞ്ചാരം പതുക്കെയാണെങ്കിലും ഒരു കാരണവശാലും അത് പിന്നോട്ടുള്ള നടത്തമായിരിക്കരുത് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. നമ്മൾ മുന്നോട്ട് എത്ര സഞ്ചരിച്ചു. 2000 മുതൽ 2026 ഉത്തരാധുനിക കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എത്ര മുന്നോട്ട് നടന്നു എന്ന് ആലോചിച്ച് നോക്ക്. 2000 വരെ നടന്ന അത്ര വേഗത്തിൽ നമ്മൾ നടന്നിട്ടുണ്ടോ? ആലപ്പുഴ നഗരസഭ ചാത്തനാട് വാർഡിൽ ഉൾപ്പെട്ട മാർത്തോമ ചർച്ച് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. PP ചിത്തരഞ്ജൻ MLA റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ഇത് സംബന്ധിച്ച് ന്യൂസ് സ്റ്റാർ ന്യൂസും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആലപ്പുഴ നഗരസഭ ചാത്തനാട് സ്വദേശികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കാൽനട പോലും അസാധ്യമായിരുന്ന മാർത്തോമ ചർച്ച് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഏറെ നാളായി പൊട്ടിപ്പൊളിഞ്ഞ നാട്ടുകാർക്ക് തലവേദനയും നിത്യവും രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അപകടം പതിവായിരുന്ന റോഡിന്റെ ശോചനാവസ്ഥയ്ക്കാണ് PP ചിത്തരഞ്ജൻ MLAയുടെ ഇടപെടലിൽ ശാപമോക്ഷം ലഭിച്ചത്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ ചെലവിൽ പുനർനിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. ആ കൂട്ടത്തിൽ തന്നെ 2023-24 ഈ മാർത്തോമ ഇതിന്റെ നമ്മുടെ ഈ റോഡും തന്നിരുന്നു. പക്ഷെ BMPC റോഡിന്റെ പട്ടികയിൽ ഇത് വന്നില്ല, അല്ലെങ്കിൽ അന്ന് അങ്ങനെ നടന്നില്ല. ചാത്തനാടിനെ കൊണ്ടുള്ള നമ്മുടെ കൺകുഴിഞ്ഞാറുള്ള വലിയ റോഡിന്റെ കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് അന്ന് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ അന്ന് അതിനുള്ള ഫണ്ടില്ലാതെ വന്നതുകൊണ്ട് അത് നടന്നുപോയി. പിന്നെ നമുക്കിപ്പോ വന്നത് മുഖ്യമന്ത്രി പ്രത്യേകം 1000 കോടി രൂപ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി അനുവദിക്കുകയുണ്ടായി. അങ്ങനെ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ട റോഡുകളിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി പ്രദേശത്ത് നമ്മൾ 7 റോഡിന്റെ നിർദ്ദേശമാണ് കൊടുത്തത്. ആ 7 റോഡിൽ ഒരു റോഡാണ് ഇന്ന് നമ്മൾ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. വാർഡ് കൗൺസിലർ സിനി ബിനോയ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ A ഷാനവാസ്, അനിത ഗോപകുമാർ, ലാൽജി ശ്രീകണ്ഠൻ, സോമൻ എന്നിവർ സംസാരിച്ചു. ചാത്തനാട് മാർത്തോമ ചർച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് നേരത്തെ ന്യൂസ് സ്റ്റാർ ന്യൂസും റിപ്പോർട്ട് ചെയ്തിരുന്നു. കിഫ്ബി ഫണ്ടിൽ നിന്നും 3.9 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. അമ്പലപ്പുഴ MLA H സലാം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. കിഫ്ബി ഫണ്ടിൽ നിന്നും 3.9 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പ്രവേശനം നേടുന്ന നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂളിൽ 2 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 6 ക്ലാസ് മുറികൾ, ഓഡിറ്റോറിയം, സ്റ്റേജ്, ശുചിമുറി, ലിഫ്റ്റ് എന്നിവയുടെയാണ് നിർമ്മാണം പൂർത്തിയാക്കുക. അമ്പലപ്പുഴ MLA H സലാം കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. അതിന്റെ വർക്ക് ഏറ്റെടുത്ത കോൺട്രാക്ടർ എഗ്രിമെന്റ് പീരീഡിന്റെ ഉള്ളിൽ നിന്നിട്ട് ആ സമയത്ത് ആ വർക്ക് പൂർത്തിയാക്കി ഏൽപ്പിക്കുന്ന കാര്യത്തിൽ വലിയ അനാസ്ഥയാണ് വരുത്തിയത്. അത് പലതരത്തിലേക്കുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ടാവുകയും ഇപ്പോൾ നമ്മൾ ശിലാസ്ഥാപനം നിർവഹിക്കുന്ന 3,90,00,000 രൂപയുടെ പദ്ധതി മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ പ്രയാസമുണ്ട്. കാരണം നമ്മൾ ഡിസൈൻ ചെയ്തതനുസരിച്ച്, പ്ലാൻ ചെയ്തതനുസരിച്ചിട്ട് ഈ കാണുന്ന കെട്ടിടത്തിന്റെ മുകളിലേക്കാണ് 2 നില ഈ കിഫ്ബി പദ്ധതി നമ്മൾ നിശ്ചയിച്ചത്. സ്വാഭാവികം താഴത്ത് തന്നെ പൂർത്തിയാകാതെ 1ാം നിലയിൽ 2ാം നിലയിലേക്ക് കടക്കാൻ കഴിയില്ല. ഭരണപരമായി എന്ന ഒരു കാര്യമായ തടസ്സമാണ് സംഭവിച്ചത്.
പിന്നീട് ആ കോൺട്രാക്ടറോട് പല നിലയിലേക്കുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടും അത് കൃത്യമായി പൂർത്തിയാക്കി തന്നില്ല. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിത സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നിഷ സന്തോഷ്, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ഷാജിമോൻ, ജിത്തു പ്രവീൺ, എഇഒ വി ഫാൻസി, വിദ്യാകിരണം ജില്ലാ മിഷൻ കോർഡിനേറ്റർ എ ജി ജയകൃഷ്ണൻ, SMC ചെയർമാൻ പ്രശാന്ത് എസ് കുട്ടി, കിഫ്ബി പ്രോജക്ട് എഞ്ചിനീയർ സഫിയത്ത്, ശാലിനി പി സുരേഷ്, ബാബു, നിസാർ, ബി ഹാരിസ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക വി ആശാലത ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി ദ്രോഹ വൈദ്യുത നിയമ ഭേദഗതിയെയും വൈദ്യുതി നിയമ ഭേദഗതി ബിൽ 2025 പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആലപ്പുഴ ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ നഗരത്തിലെ തെരുവ് നായകളുടെ വാക്സിനേഷൻ ഡ്രൈവിന് ചൊവ്വാഴ്ച തുടക്കമായി. നഗരസഭയുടെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് വാക്സിനേഷൻ നടത്തുന്നത്. കേരള ഇലക്ട്രിസിറ്റി ബോർഡ് വിമൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. കായംകുളം MLA യു പ്രതിഭ ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ നഗരസഭ ചാത്തനാട് വാർഡിൽ ഉൾപ്പെട്ട മാർത്തോമ ചർച്ച് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. PP ചിത്തരഞ്ജൻ MLA റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി ഫണ്ടിൽ നിന്നും 3.9 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി. H ഇസ്ലാം MLA പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.